ഈ സമയങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. വിവേകത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കും. ആത്മാവിന്റെ വിവേകത്തിനുമായി വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാനും ആത്മാവിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനുമായി സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ അവിടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. സകലത്തിൽ നിന്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിനായി വിട്ടുതീരുന്നു. പ്രാർത്ഥന മറുപടി നൽകുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. എന്നിലും ഭക്തന്മാർ എന്നിലും ശക്തന്മാർ എത്രയോ പേർ വീണുപോ. എന്നിലും ഭക്തന്മാർ എന്നിലും ശക്തന്മാർ എത്രയോ പേർ വീണുപോ. ഏഴയാ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുന്നതും കൃപയേ. ഏഴയാ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുന്നതും കൃപയേ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. കാത്തിരിക്കുന്നവൻ ശുദ്ധിമാന്മാരെല്ലാം കാഹളം കേട്ടിടുമ്പോ. കാത്തിരിക്കുന്നവൻ ശുദ്ധിമാന്മാരെല്ലാം കാഹളം കേട്ടിടുമ്പോ. കർത്താവാ കുഞ്ഞാട്ടിൻ പൊന്മുഖം കാണുവാൻ മധ്യവാലിൽ ചേർന്നിടും. കർത്താവാ കുഞ്ഞാട്ടിൻ പൊന്മുഖം കാണുവാൻ മധ്യവാലിൽ ചേർന്നിടും. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. കൊരിന്ത്യർ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1, 7, 8, 9 വാക്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ പുത്രന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോ പൗലോസ് ലേഖനം എഴുതിയ 14 ലേഖനങ്ങളിലും പല ആധികാരിക മർമ്മങ്ങള് ശാസിച്ചുകൊണ്ടും ഗുണഘോഷിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടും കൊരിന്ത്യർ സഭയ്ക്കാണ് കൂടുതലും 2 ലേഖനം എഴുതി തീർക്കുന്നത്. അതോ കൊരിന്ത്യർ സഭ കൃപാവരങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞ സഭകളായി. അത് പറയുമ്പോ ആദിമ കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ സഭകളും കൃപാവരങ്ങളാൽ അത് ഈ സഭയ്ക്ക് ഉണ്ടാകില്ല. കൃപാവരങ്ങൾ 9 ഉണ്ടെന്ന് പറയുന്നു, കൂടുതലുണ്ട്. പ്രമുഖമായി നിൽക്കുന്നത് പ്രവചനം, വെളിപ്പാട്, വിവേകം, ദർശനം, രോഗശാന്തി, ഭൂതശാന്തി, അന്യഭാഷ, ഇങ്ങനെ പറയാനുണ്ട് അല്ലേ? കൃപാവരങ്ങൾ നിറയപ്പെട്ട സഭയോടാണ് പൗലോസ് ഈ 2 ലേഖനങ്ങളും എഴുതുന്നത്. എത്ര കണിശമായി പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്, എത്ര ആഴമായി പലതിനെ വിവേചിക്കുന്നുണ്ട്. കൃപാവരങ്ങളാൽ നിറയപ്പെട്ട സഭ ഒന്നൊന്നിനു മാറി വെളിപ്പാടുള്ളവർ, പ്രവചനമുള്ളവർ, രോഗശാന്തിയുള്ളവർ, ഭൂതശാന്തിയുള്ളവർ സഭയുടെ സ്വത്തായിരുന്നു. പുറത്തുള്ളവർ വന്ന് വിവേചിക്കുന്നതിനേക്കാൾ അകത്തുള്ളവർ വിവേചിക്കണം.
ഓരോ മീറ്റിങ്ങിന് പോകും, ഞാൻ പേടിച്ചുകൊണ്ടാണ് ഓരോ മീറ്റിങ്ങിന് ഞാൻ പോകുന്നത്. സഹായത്തിന് പുറമെ ഭവനം കൊള്ളുമ്പോൾ ഞാൻ പേടിച്ചോണ്ടാ പോകണം. കാരണം അന്ന് ആർക്കാണ് പിന്നെ പറയേണ്ടി വരും എനിക്ക് അറിയാം. പറഞ്ഞിട്ട് പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കണമല്ലോ. പക്ഷെ ദൈവം അവിടെ എല്ലാം നിർത്തി ഉപയോഗിച്ചു. ഇപ്പോഴും ദൈവം നിർത്തുന്നു, ഇനിയും ദൈവം നിർത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മെ ദൈവം വിളിച്ച ദൈവം എന്തിനെ വിളിച്ച്? യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ്. കൂട്ടായ്മയുടെ ഇംഗ്ലീഷിൽ എന്താ വാക്ക്? ഫെല്ലോഷിപ്പ്. ഫെല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? കൂടെയുള്ളതെന്നാണ്. ഫെല്ലോ വർക്കർ എന്ന് പറയാറില്ലേ? ഫെല്ലോ വർക്കർ കൂടെയുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അടുത്തടുത്ത ആ ഒരു ഫെല്ലോഷിപ്പ്, കൂട്ടായ്മ. താഴെ ഇരിക്കാനല്ല, കാൽപാദത്തിൽ ഇരിക്കാനല്ല, കൂടെ ഇരിക്കും. രാജ്യത്തിന്റെ രാജാവിനോട് കൂടെ എല്ലാവർക്കും അനുഭവം കിട്ടാറുണ്ടോ? ജോലിക്കാരുണ്ടോ? ശുശ്രൂഷക്കാരുണ്ട്, കൂടെ ഇരിക്കാൻ ചിലർക്ക് അനുവാദം. നമ്മുടെ കമ്പനിയിലെ MD-യുടെ അടുത്ത് കൂടെ ഇരിക്കാൻ ചിലർക്ക് വെറും ഇഷ്ടമാണ്. ടേബിളൊക്കെ ആളുണ്ടാവും, ചായ കൊടുക്കാൻ ആളുണ്ടാവുമായിരിക്കും, പക്ഷെ കൂടെ ഇരിക്കാൻ എല്ലാവർക്കും. ദൈവം നമ്മെ വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. ആ കൂട്ടായ്മ വല്ലാത്തൊരു അനുഭവം. ദൈവം മോശയെയും വിളിച്ചു അതിലോട്ടാ. ബൈബിൾ വായിക്കുമ്പോൾ മോശയും 70 പുരുഷന്മാരെ ദൈവവുമായി ബന്ധത്തിൽ ചേർന്നിരുന്ന് അവരുടെ കൂട്ടായ്മ ബന്ധം. ദൈവത്തെ കണ്ടു, അവർ അവിടെ ഇരുന്നു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, പക്ഷെ അവർ മരിക്കേണ്ടി വന്നില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. മരിക്കേണ്ടി വന്നില്ല. ഉറപ്പാണ്. 24 അവിടെ ഒരു കൂട്ടായ്മ വന്നതാണ് അല്ലേ? അങ്ങോട്ട് ആ ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ. എങ്ങനെ? കൂട്ടായ്മയുടെ മർമ്മം എന്താ? വലിപ്പ ചെറുപ്പമില്ലാതെ തമ്മിൽ ഇണങ്ങിയിരിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവം നമ്മെ വിളിച്ചത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുകയാണ്. ആ വിളിയുടെ മർമ്മം അറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനോട് വിഷയം ഇല്ല. ആ മർമ്മം അറിയുമ്പോ ആ കൂട്ടായ്മയിലേക്ക് ഇരിക്കാൻ വല്ലാത്ത ടെസ്റ്റിംഗ് ഉണ്ട്, വല്ലാത്ത ടെസ്റ്റിംഗ് ഉണ്ട്. അതിനാ പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളാം. കാറ്റുപോയ ബലാണ് പറക്കുമോ? സ്വന്തം ജീവിതം അതല്ലേ. ഞാനിങ്ങനെയാണ് കളിച്ചു കഴിയുമ്പോ ആരായിരുന്നു കാറ്റ് പോയാൽ ബലൂണ് പറക്കില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയറോട് കുറഞ്ഞ 4 ടയറിലെ വണ്ടി, 2 വീലർ 2 വീലർ. ആ കാറ്റ് പോയാൽ പിന്നെ എങ്കിലും തള്ളിയ വണ്ടിയാണെന്ന് തോന്നുന്നു. കളിക്കുന്നുള്ളത് അവിടെ വണ്ടിയുടെ ഏൽപ്പിച്ചിട്ട് തീരെ സ്വന്തം ആരെങ്കിലും തീരും വണ്ടി ഇതല്ലേ അനുഭവം. വെളിപ്പാട് പ്രവചനം ദർശനം 3 കയ്യിൽ കിട്ടിയാണ് കഴിക്കുന്നത്. ഇപ്പൊ ഷൂ നാവിനെ ശുദ്ധീകരിച്ചാൽ ദൈവം തിരിച്ച് മടക്കി എടുക്കും. അത് തന്നെ. യേശുവിന്റെ വികാരമുള്ള നാമം ബന്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പകൽക്കാലം വിവേചിച്ച എവിടെയാ വീണതെന്ന് തിരിച്ചറിഞ്ഞു ആദിമ പ്രവൃത്തിയിലേക്ക് മടങ്ങി ഈ പകൽക്കാലം തീരുമാനമെടുക്കുന്നെങ്കിൽ
ജീവിതത്തിന്റെ ഗതിയെ മാറ്റി തിരിച്ചുകൊണ്ട് വാക്തത്വങ്ങൾ പലതുണ്ട്. അപ്പുറത്ത് അരപ്പോലും കിടക്കാൻ കഴിയാതെ നിരാശയിലേക്ക് ആണ്ടുപോയാൽ ഇടവന്നെങ്കിൽ ദൈവത്തിനായി ചേർന്ന് നിന്ന് ഒരു രാജ്യത്തിന്റെ പണിക്കായി ഇടിവിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അഭിനായി നട്ടലോടെ മുന്നോട്ട് വരാൻ കഴിയുമെങ്കിൽ വാക്തത്വം ചെയ്തത് നിവർത്തിപ്പാൻ നിന്നോട് മാത്രമല്ല പിതാവിനോട് ദൈവം പറഞ്ഞ ചില വാക്കുകൾ നിവർത്തിപ്പാനുണ്ട്. ഞാൻ ഒരുങ്ങിയ മാനവപ്രമായി ചേർന്ന് നിൽക്കുവാൻ ദൈവം ഈ ദൈവഹർപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഈ പലതും നൽകിയെങ്കിലും അതിനെ വേണ്ടുവണ്ണം പരിപാലിക്കാൻ കഴിയാതെ വേണ്ടുവണ്ണം സൂക്ഷിപ്പാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ നിർജീവമായി പോയ അനുഭവത്തെ ഈ പകൽക്കാലം മാറ്റം വിഭജിക്കുന്നു. നീ മടക്കി നൽകണമേ, ശുദ്ധീകരിക്കണമേ, ദൈവകൃപയാൽ ബലപ്പെടുത്തണമേ, ഒഴുക്കിലേക്ക് മുന്നോട്ട് നടത്തണമേ. സഭയായി പിതാവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി കത്തി ജ്വലിക്കുന്ന ഒരു ആയുധമാക്കി, ഒരു വിളക്കാക്കി, ഒരു ദീപ അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. കഴിയും. ഇന്ന് മുതൽ 14 ദിവസത്തിന് പൂർത്തിക്കണം. ജീവിതത്തിന് വേണ്ട ദൈവം ചില നന്മകൾക്കും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനത്രേ. പലപ്പോഴും ഉപവസിക്കാൻ തീരുമാനമെടുത്തിട്ട് തോന്നിയാസം കാണിച്ചു പോയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് കേട്ടോ. അതൊക്കെ ഏറ്റവും നിരപ്പ് പ്രാപിക്കാൻ അടിമ ദൈവം ചില വാക്തങ്ങൾ നിറവേറ്റും. ദൈവം ആർക്കും കടക്കാമെന്നും ദൈവത്തോട് ചേർന്നിങ്ങനെ ദൈവം കരുതിപ്പെടും. മനുഷ്യന് പുറമെ കാണാതെ അവൻ കീറി നോക്കുന്നു. അത് നിങ്ങളുടെ മാത്രം എന്നെങ്കിലും നോക്കും. ഇപ്പൊ തന്റെ പുത്രനും നമ്മുടെ കർത്താവായ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവം തോന്നിയാസം ഇല്ല കേട്ടോ. ഞാൻ വാക്കുകൾ കടുപ്പിച്ച് ഉപയോഗിക്കുന്നു. അതങ്ങനെ അങ്ങനെ തന്നെ പ്രേമം തോന്നിയാസം ഇല്ല. അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിരിക്കുക. സകല കുരുത്തക്കേടും വിട്ട് കളഞ്ഞിട്ടു. എന്നും ഒരു പുതിയ രൂപാന്തരം കയറി വന്നാൽ ദൈവം ഏറ്റവും ശോഭയുള്ള ആയുധമാക്കി മാറ്റി. അപ്പോ കൊരിന്തിയിലെ സഭ ദൈവകൃപയാൽ നിറഞ്ഞവരായിരുന്നു. അവിടെ ഒന്നിന് ആമേൻ കൃപ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നിനും കുറവില്ലാത്ത സഭ. ബലഹീനതകൾക്കും കുറവ് അതുകൊണ്ട് അന്യഭാഷ പ്രാപിച്ചിട്ട് അത് ഉപയോഗിക്കണമെന്ന് വേണം. പലരുടെ ചിന്ത അത് കൈയടിക്കുമ്പോ വരുന്ന സാധനം എന്നാണ് ഒരു ചിന്ത. എവിടെയോ എല്ലായിടത്തും അങ്ങനെ അങ്ങനെ മർമ്മങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. പിന്നെ വിവരക്കെട്ടന്മാര് വല്ലതും പറഞ്ഞ് പറയും. വിവരക്കെട്ടവർ പലതൊക്കെ പറയും. അതിനോട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അന്യഭാഷയിൽ സംസാരിക്കും. അത് എപ്പോ ഉപയോഗിക്കണം? മയക്ക് കെട്ടിച്ചല്ല ഉപയോഗിക്കേണ്ടത്. നീയും ദൈവമുള്ള ബന്ധത്തിൽ എപ്പോഴും അന്യഭാഷയ്ക്കകത്ത് നമുക്ക് അറിഞ്ഞൂടാ. അത് ഒത്തിരി
പ്രാർത്ഥിക്കണം. കൂട്ടായ്മയ്ക്കകത്ത് എന്താ കൂട്ടായ്മ? ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ചാണോ ഇരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത്? ഫ്രീ മോഡാ ആണല്ലോ, അല്ലേ? മോശയും 70 പുരുഷന്മാരൊന്ന് വായിച്ചിട്ട് പോകാനല്ലേ ഇത് നല്ലത്. പുറപ്പാട് 24-ന്റെ 9, 10, 11. അനന്തരം മോശയും അഹറോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്ന് അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പഴുത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിച്ചു. ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ. അവിടെ നല്ലൊരു ഫ്രീ കൂട്ടായ്മ അങ്ങനെയാ. മസിൽ പിടിച്ചിന്റെ പരിപാടി ഒന്നുമില്ല. ദൈവത്തോട് ഇരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർസേഷൻ സംഭാഷണം അവിടെ നടന്നു. അത് ആത്മാവിലാകുമ്പോ നിന്നോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അത് നീ അറിയുന്ന ആരാഗ്രഹിക്കുന്ന ദൈവം, പക്ഷെ നിന്നോടത് പറയണം. എന്നിട്ട് നിന്റെ വായ കൊണ്ട് തന്നെ അതിനെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് അന്യഭാഷ നടന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നിനക്കറിയില്ലാത്ത നിനക്കറിഞ്ഞുകൂടാത്ത വിഷയങ്ങളെ കുറിച്ചും നിനക്കറിയാൻ പാടുള്ള നാട്ടിലെ വിഷയങ്ങളെ കുറിച്ചും ദൈവം ചിലപ്പോൾ ഈ ദൈവ ഇഷ്ടത്തിന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പുത്തോടത്തോട്ട് ഇറങ്ങുന്നൊന്നും അത് മാത്രമല്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പൂർണ്ണത നമുക്ക് ഇതൊരു ദൈവം എല്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ആരും തെറ്റ് ഇതിനകത്തെല്ലാം ഉണ്ടോ? എല്ലാം അംശാംശം. ബാക്കി ദൈവം മറച്ചു വെച്ചിരിക്കും. പ്രവചനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം പറയില്ല. ഞാനിപ്പോ എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാം കുറച്ചു കുറച്ചിരിക്കും. അതാണ് മാത്രം. അത്രേ ഉള്ളൂ. നോക്കിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതിനപ്പുറം എന്തോന്ന് പ്രാപിക്കാനായി വീണ്ടും ദൈവം എല്ലാം എല്ലാവർക്കും വെളിപ്പെടുത്താറൊന്നും ഒന്നും ദൈവം എല്ലാം വെളിപ്പെടുത്താറില്ല. ഒന്നും അത് തന്നെ വലിയ കാര്യം. അതിന്റെ ബാക്കി കുറച്ച് യേശു പറഞ്ഞു, പിതാവല്ല ഞാൻ പോലും. അപ്പൊ പിന്നെ ബാക്കി നമ്മുടെ കാര്യമൊക്കെ ഏത് മൂലം കിടക്കണമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ എല്ലാം പുറത്തു വിടാറില്ല. ഹൈ സീക്രസി കുറെ കാര്യങ്ങളുണ്ട്. ഇനി വിടുന്ന കാര്യങ്ങളിൽ അഥവാ പ്രവാചകനം ദൈവം അറിയിക്കുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും കൊടുക്കാറൊന്നും ദൈവം എല്ലാ ദൂതും എല്ലാവരും ചിലരെ കൊടുക്കും. അതാണ് ഒരേ ദൂതിന് പലരും എന്ത് ചെയ്യും? ഒരേ ദൂതും പലരും. ഞാൻ ഒരിക്കൽ സഭയിൽ സൂക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതേ കാര്യം അന്ന് വൈകിട്ട് ഒന്നാൾ പറഞ്ഞു, അതേ കാര്യം പിറ്റേന്ന് ഒന്നാൾ പറഞ്ഞു. അപ്പൊ ഓരോ ദൂതും 3 വരും. എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞപ്പോൾ സംശയം വന്നു. എന്നത്തെ കുഴപ്പമൊന്നും വിചാരിച്ചു. അതുകൊണ്ട് അന്ന് വന്ന 2ാമത്തെ ആളും അത് തന്നെ പറഞ്ഞു, പിറ്റേന്ന് വന്ന 3ാമത്തെ ആളും അത് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പൊ ചിലപ്പോ ഒരേ ദൂതനെ പലരും കൊണ്ടും പറയിപ്പിക്കും. ചിലപ്പോ ഒരാളുടെ മാത്രമേ കൊടുക്കൂ. ഇനി ചിലരുണ്ട് ഇത് കിട്ടിയ ഒട്ട് പറയും, അഥവാ പറഞ്ഞ വളച്ച് തിരിച്ച് വെട്ടി അവസാനം കുറച്ചുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമായി ഇരിക്കാതെ, ഏത് മാത്രമായി ഇരിക്കാതെ, ഈ പുറത്തു വന്ന ഇച്ചിരി മാത്രമായിട്ട് ഇരിക്കാതെ, അത് കേട്ട് ഗ്രഹിച്ചിട്ട് ഇതിനപ്പുറം ഇനി എന്തെന്നുണ്ടെന്ന് ചോദിപ്പാൻ എവിടെ ഇരിക്കണം? അതാ പ്രധാനം. അപ്പൊ ദൈവം ചെയ്യും അടുത്ത ഘട്ടത്തിലേക്ക്. അപ്പൊ പ്രവാചകന്മാരുടെ
പുറകിൽ പോകുന്നതിനേക്കാൾ ആരുടെ പുറകിൽ പോകുന്നതാ ഭംഗി? പ്രവാചകൻ അതുകൊണ്ട് ദൂരുന്ന ദൈവമാണ്. അപ്പൊ നേരിട്ട് ചോദിക്കുക, ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് വന്നിട്ട് ചെവി മൂത്തി കെട്ടിച്ചോണ്ടിരിക്കരുത്. പലരും അങ്ങനെ ഒരു എന്താ പറയുക വിവരക്കേടൊന്നുണ്ട്. ദൈവം പറഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? പ്രവാചകന്മാർ പറഞ്ഞാലൊന്നും ഞാൻ വലിയ പ്രവാചകനാണ്, അത് ദൈവം എന്നോട് പറയും. മറ്റാള് പറഞ്ഞു അങ്ങനെ ഉള്ള ദൈവം ഇരുട്ടിട്ട് പിടിപ്പി അവർ ഉമ്പാട്. അപ്പൊ നേരിട്ട് ദൈവത്തോട് ചോദിക്കുക. നീ ചോദിച്ചോണ്ടിരുന്ന ആളിനെ കുറിച്ച് വേറൊരാളിനെ കൂടെ ആയിട്ട് ദൈവം എന്ത് ചെയ്യുക ആലോചന എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ അധികം അങ്ങോട്ടൊന്നും പൊങ്ങണ്ട, അവിടെ ഇരുന്നാ മതി, ഞാൻ പറയണത് കേട്ടങ്ങോട്ട് പോയാൽ മതി എന്നാണ് ദൈവത്തിന്റെ പോളിസി. അത് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നാൽ അവനുമായുള്ള സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിക്കും. അല്ലെങ്കിൽ ഒരു തൗട്ടും അവിടെ കിടന്ന് ഉരുളും, അവിടെ കിടന്ന് വീണ്ടും പ്രസംഗിച്ചുകൊണ്ട് നടക്കും, വീണ്ടും മാറ്റിക്കിട്ട ഘോരം തട്ടി വിടും. പക്ഷെ ദൈവം പറയുമ്പോ ദൈവം ഒരു പുറത്ത് കളഞ്ഞു. വീരവാദം മുഴക്കുന്നവർ കണ്ടിട്ടുണ്ടോ? വീരവാദം മുഴക്കുന്ന കണ്ടിട്ടില്ലേ? വീരവാദം വീരവാദം മുഴക്കുന്നുണ്ടില്ലേ? സൂക്ഷിച്ചോണ്ടാ മതി. അനുഭവം പറയുന്നവരല്ല, അവസ്ഥ പറയുന്നവരല്ല, വീരവാദം മുഴക്കുന്നവരല്ല. സംസാരം കേൾക്കുമ്പോഴേ അറിയാം വീരവാദമാണെങ്കിൽ സൂക്ഷിച്ചോളാം. അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ചേർന്നിരിക്കണമെങ്കിൽ വല്ലാത്ത കൃപയാണ്. ഞാന് ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം നേരത്തെ പറയും. പക്ഷെ ഞാൻ ഏതെങ്കിലും മെസ്സേജ് കേൾക്കും, യൂട്യൂബിലോ ഏതെങ്കിലും ക്ലിക്കിംഗ് ഉണ്ടാവും. ഞാൻ പഴയ സൈറ്റിലിരിക്കുമ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. എനിക്ക് തൊട്ട് 3 സൈറ്റ് അവിടെ ഞാൻ അല്ലാതെ നല്ലൊരു ഒറസൽ മോഡിലാണ് ഞാൻ കണ്ടത്, ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വാ തുറന്ന് പ്രാർത്ഥിക്കുന്ന ഞരങ്ങാകും. ഇത് ദൈവത്തിനറിയാം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വരുന്ന മെസ്സേജുകൾ അത്രയും ഡയറക്ഷൻ, എനിക്ക് വരാൻ പോകുന്ന മാറ്റം. അപ്പൊ അത് നേരിട്ട് ദൂരായിട്ട് എനിക്ക് കേട്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ കൃത്യം ഗ്രഹിക്കും. ഇങ്ങനെ കൃത്യം വന്നു. അത് നിങ്ങൾക്കൊരു സീരിയൽ 8-10 മെസ്സേജ് ഇങ്ങനെ എടുക്കുമ്പോ അത് എനിക്ക് വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്ത് വെച്ച മെസ്സേജാണ് തോന്നിപ്പോയി. അത്ര ക്ലിയർ ആയി. അത് തന്നെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാദം പ്രാർത്ഥിക്കാത്തായിരിക്കും, ഞെരങ്ങിക്കൊണ്ടിരിക്കും. ചില വിഷയങ്ങൾ വാദം പ്രാർത്ഥിക്കാൻ മനസ്സിലാവും. പക്ഷെ നമ്മൾ അകത്ത് ഉള്ളുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഞരക്ക് ആരറിയും? ദൈവം തെരഞ്ഞെടുത്ത ഞരക്കമുണ്ടല്ലോ, ദൈവത്തിന്റെ വിഷയമാണ്. ചിലപ്പോൾ നമുക്ക് വാദമൊന്ന് പ്രതികരിക്കാനോ ഉള്ളത് വല്ലാത്ത കപ്പാസിറ്റി ഇതും, പക്ഷേ അകത്തൊരു ഞരക്കുണ്ട്. ഈ ഞരക്കം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അതായിരിക്കും ആണല്ലോ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചേർന്നാൽ അകത്ത ഞരക്കം ദൈവം അത് ദൈവം പ്രവർത്തിക്കും, ഇടപെട്ടുകൊണ്ടിരിക്കും. മോശയും മിരിയാനുള്ള വിഷയത്തിൽ മോശ ഞാറിന് അച്ചുമായി അഹരോനും ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരറിയുന്നു? മോശ വാർത്തറിഞ്ഞ് പ്രാർത്ഥിച്ചില്ല. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം കേട്ടുകൊണ്ടിരിക്കുക. ചില വിഷയങ്ങളിൽ നമ്മൾ അകത്ത് ഞരങ്ങുമല്ലോ. ദൈവം അത് വെറുതെ വിടുന്നവരാണ്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ദൈവം സൂക്ഷിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ചിലർ പറയാറുണ്ട് വിശ്വാസമൂഹത്തിൽ ദൈവം സൂക്ഷിച്ചോളൂ.
ദൈവം സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലക്കം പ്രാക്കൾ വണ്ടി ഓടിച്ച് അവിടെ ഇരിക്കും. അവിടെ തന്നെ. അയ്യോ ദൈവം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയാണോ എന്ന് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ സ്വല്പ കുഴപ്പമുണ്ട്. സൈക്കിൾ അല്ലേ? അതോ തീ കത്തുന്നല്ലേ? സൂക്ഷിച്ചാൽ സൂക്ഷിക്കേണ്ട തകരും. വഴക്കോടെ നിൽക്കണ്ട കേട്ടാ, അത് വേറെ വിഷയം. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഗൗരവം പിടിക്കില്ലേ, അവിടെ നിർത്തിയാ കാര്യം. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നമ്മളെ ഇല്ല, ദൈവത്തെ വിശ്വാസത്തിൽ കാര്യം കൊണ്ട് അത് ഞാനാ ദേഷ്യം കയറുമ്പോൾ മോശം ഓടിയിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു. അടിച്ച് പൊട്ടിച്ചെങ്ങനെ ഇരിക്കും, അടിച്ച് വെച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നമ്മളെല്ലാം ചെയ്യാറുള്ളൂ. ബാക്കി ദൈവം നോക്കിക്കൊള്ളു. നാട്ടിലൊരു ചൊല്ലണം, താൻ പാതി അത് പിള്ളേർ കാണാൻ പരീക്ഷ ഉപയോഗിക്കണം. എൻ്റെ കൈപ്പിളൊക്കെ ഞാൻ പറഞ്ഞു, ഇനി പഠിച്ചാൽ ജയിക്കാം, പ്രാർത്ഥന ജയിക്കാന്നുള്ള ചിന്ത മണ്ടത്തന്നാലും പ്രാർത്ഥിക്കണം, അത് വേറെ വിഷയം. മക്കളെ പ്രാർത്ഥിക്കണം, അപ്പനെ പ്രാർത്ഥിക്കണം. പഠിക്കണമെങ്കിൽ പഠിക്കാനാണ്. ഇല്ലാതെ ദൈവത്തെ ബ്രഹ്മന്റെ ഒരു കാര്യം വന്നു എല്ലാം കഴിഞ്ഞ് ഇറക്കി ചെയ്തു. അങ്ങനെ കൊള്ളാമല്ല. ദൈവത്തിന് മടിയന്മാരോട് ഇഷ്ടമല്ലെന്ന് അറിയാമോ? ദൈവത്തിന് മടിയന്മാരോട് അധ്വാനിക്കുന്നുള്ള ദൈവത്തിന് ഇഷ്ടമാണ്. ഉത്സാഹിച്ചിരുന്നത് കുത്തിയിരുന്ന് പഠിക്കുന്നവരുണ്ടല്ലോ, ചിലർക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ കാരണം അവര് പഠിക്കുന്നു, പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബാക്കി ദൈവം നോക്കി ഇരുട്ട അവിടെ ഉറങ്ങും. എന്നിട്ട് പരീക്ഷ സമയം അവർ കുതിരുന്നു അവിടെ വാങ്ങിയിട്ട് ഉപവാസവും പ്രാർത്ഥനയും ജയിച്ചത്. അങ്ങനെ കൊള്ളാമല്ല അല്ലേ? കൊള്ളാമല്ല, കഴിഞ്ഞാൽ ജയിക്കാം. നീ നോക്കും. അത് ഉപദേശിയുടെ പിള്ളേരായാലും കൊള്ളാമല്ല, പ്രവാചകന്റെ പിള്ളേരായാലും കൊള്ളാം, രമേശാന്തിന്റെ പിള്ളേരായാലും പഠിച്ചാൽ ജയിക്കും. അപ്പൊ ദൈവത്തിന് എപ്പോഴും ഉത്സാഹികളെ വേണ്ടത്. ഏത് കാര്യത്തിലും സകല ഗിദയോനെ ദൈവം വിളിച്ചാക്കുമ്പോ ഗിദയോൻ ഇവിടെ ഉറങ്ങിയായിരുന്നോ? അല്ലേ? ബാക്കി എല്ലാരും മാളത്തിൽ ഒളിച്ചിരിക്കുമ്പോ തനിക്കുള്ളതിനെ കുറിച്ച് ചൂടുള്ള ഗിദയോൻ അതിനെല്ലാം തന്റെ വകയിൽപ്പെട്ട എല്ലാത്തിനും കൊയ്തെടുത്ത് നെയ്തിരിക്കുന്നു. ഇവൻ കൊള്ളാം, അങ്ങനെയല്ലേ എടുത്തത്. ദൈവം തെരഞ്ഞെടുത്ത ഏതെങ്കിലും മടിയന്മാരുണ്ടോ? സകല കാര്യത്തില് ദൈവം തന്നെ ഏൽപ്പിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെ ഉത്സാഹത്തോടെ. ഒരു പണം, 2 പണം, 5 പണം അല്ലേ? 1 വെള്ളിക്കാശ്, 2 വെള്ളിക്കാശ്, 5 കിട്ടിയും 5 കൂടെ ഉണ്ടാക്കി. 2 കിട്ടിയവൻ 2 കൂടെ ഉണ്ടാക്കി. 1 കിട്ടിയ കുഴിച്ചിട്ട് അതിനെന്താ പറഞ്ഞു? അവ ഒന്നുകൂടെ ഉണ്ടാക്കിയെങ്കിൽ ദൈവം അവനെ മരിക്കുമായിരുന്നു. 5 ഉണ്ടാക്കിയതിനേക്കാൾ വില ആർക്ക് കൊടുക്കുമായിരുന്നു? 1 ഉണ്ടാക്കിയതിന് കൊടുക്കുമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് എപ്പോഴും വേണ്ടത് ഉത്സാഹികളെയാണ്. ആ ഉത്സാഹം സകല കാര്യത്തിനും ഉണ്ടാക്കണം. ദൈവം തന്നെ കൃപ ഏൽപ്പിച്ച് അതിൽ ഉത്സാഹം ഉണ്ടായിരിക്കണം. ദൈവം തന്നെ ആത്മീയ ദൗത്യം ഉണ്ടാക്കി അതിൽ ഉത്സാഹം ഉണ്ടായിരിക്കണം. ആരുമില്ലെങ്കിലും ഞാനത് നിർവഹിക്കും. ദൈവമേ, നീ എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ ചെയ്യും എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തിലിരിക്കും. ദൈവം ഭംഗി നിർവഹിക്കും. അത് ചെറുതായാലും കൊള്ളാം, വലുതായാലും കൊള്ളാം. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നീ എന്നെ എന്ത് ഡയറക്ഷന് വിട്ടാലും, നീ എന്നെ എന്ത് ഏൽപ്പിച്ചാലും ഞാൻ അതിന് വിട്ടു തരുന്നു എന്ന് പറഞ്ഞ് അതിനെ ഒരുക്കത്തോടെ ദൈവം വേണ്ട വിധത്തിൽ ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കും? ദൈവം അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കും. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഉപകരണത്തിന് ഇഷ്ടത്തിനാണോ നമ്മുടെ ഇഷ്ടത്തിനാണോ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ.
അത് എപ്പോ എന്നുള്ളത് നമ്മളാ തീരുമാനിക്കണ്ടേ. ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമാണെങ്കിൽ ദൈവം തീരുമാനിക്കുന്നത് എപ്പോ, എങ്ങനെ, ഏത് അളവിൽ എന്നുള്ളത്. അതിനുവേണ്ടി താണിരുന്ന് കുത്തിയിരുന്ന് വായിച്ചു തള്ളുന്നതിനേക്കാൾ കൂടുതൽ ഇരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കൂടുതൽ പ്രാർത്ഥിക്കുക, കുറച്ച് വായിക്കുക. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോ ഈ കുറച്ച് വായിക്കുന്നത് എവിടെ കയറും? കയറേണ്ട അടുത്ത്. അധികം പ്രാർത്ഥിക്കുക, കുറച്ച് വായിക്കുക. ആ വായിക്കുന്നത് വായിച്ചത് ആയിരിക്കും. എവിടെ വായിക്കണം, എപ്പോ വായിക്കണം, ആത്മാവ് ക്ലിയർ ഡയറക്ഷൻ. സിസ്റ്റമായി വായിക്കുന്നത് കൊള്ളാം, അത് വേറെ. അതിന് ആത്മാവിന്റെ നിയോഗമൊന്നും വേണ്ട. ബൈബിൾ വായിക്കാൻ ആത്മാവിന്റെ നിയോഗമൊന്നും വേണോ? അങ്ങനത്തെ അന്ധവിശ്വാസം എനിക്കില്ല കേട്ടോ. പ്രാർത്ഥിപ്പാൻ ആത്മനിയോഗം വേണോ? വേണ്ട, വേണ്ടെന്ന്. ദൈവത്തിന് ഇഷ്ടപ്രകാരം പ്രാർത്ഥിപ്പാൻ ചിലര് മെനക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാരണം അവരുടെ ഇഷ്ടത്തിന് അടുക്കുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടം പ്രാർത്ഥിക്കേണ്ടതാണോ? ഇല്ല. അങ്ങനത്തെ പക്ഷത്തൊന്നും ചിന്തിച്ചോളെ. നമ്മുടെ ഇഷ്ടവും ദൈവത്തിന് വലുതാണ്. അത് പറയണം ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷെ പറയണം. എന്നാലും നിന്റെ ഇഷ്ടത്തിന് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ എന്നാലും നിന്റെ ഇഷ്ടത്തിനെ ഞാൻ പത്രോസ് അങ്ങനെയല്ലേ പറഞ്ഞേ? എന്റെ കൺസെപ്റ്റിൽ അവിടെ ഒരു സാധനവും ഇല്ല, പക്ഷെ അത് നിന്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യാം? വലയിറക്കാം അല്ലേ? ബാക്കി ദൈവം അല്ലേ നോക്കിയത്? നമുക്ക് നമ്മുടെ ഡയറക്ഷൻസ് ഉണ്ടേ, നമുക്ക് കുറെ ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറെ ഡിസിപ്ലിൻസ് ഒക്കെ അത് ഇട്ട് പോകണം. നിന്റെ ഇഷ്ടം ഏതാണ് ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ പിന്നെ ഏത് ലെവലിലേ പോകുള്ളൂ? ആത്മാവിന്റെ ഒഴുക്കിന്റെ പ്രാർത്ഥനയില്. അത് എത്ര നേരം അതിന് ഫലം ഉണ്ടാക്കും. അല്ലാതെ ദൈവവും നമ്മളൊടുങ്ങ് മത്സരം. ദൈവം നമ്മുടെ കൂടെ മത്സരം. ദൈവം വേറെ എടുത്ത് നമ്മള് വേറെടുത്ത് നമ്മൾ അടുത്തിരുന്ന കാര്യം നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ളതായിരിക്കണം. തമ്മിൽ സംസാരിക്കുക മാത്രമല്ല, യഹോവക്തന്മാർ പ്രാർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ കേൾക്കുമോ? സിമ്പിൾ, സിമ്പിൾ. നമ്മുടെ മാനേജറിന്റെ വർക്കിൽ പോയിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കാര്യം കൊണ്ട് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെ പോടാന്ന് പറയാനും വയ്യ, ശല്യച്ച് പോണില്ലല്ലോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കണായിരിക്കും. ദൈവവും കിടക്കുക, ദൈവവും അറിയാം. സംശയമുണ്ടോ? പരീക്ഷനെ ചിന്തിക്കാനോട് പ്രാർത്ഥിക്കാൻ പോയായിരുന്നു അല്ലേ? പരീക്ഷ എന്തും നീണ്ട പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവം എന്താ ചിന്തിക്കണേ? ഈ നിർത്തിയിട്ട പക്ഷെ നിർത്തുന്നുമില്ല, എനിക്കിടക്കണം പോവാനും പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കാൻ പോലും അത് ദൈവം ആഗ്രഹിച്ചു. അവൻ സമാധാനത്തോടെ നമ്മുടെ ഇഷ്ടം കൊണ്ട് വയ്ക്കണം. വച്ചിട്ട് പറയണം, ഇത് എന്റെ ഇഷ്ടം, പക്ഷെ നിന്റെ ഇഷ്ടത്തിൽ ഞാൻ തലമുറകളോട് നമുക്ക് കുറെ ഇഷ്ടം ഉണ്ടാകുമല്ലോ.
ദൈവത്തിന് പ്രവാചകന്മാരും പ്രവാചകന്മാരും, ചിലര് അഭിഷിക്തന്മാരായിട്ട്, ചിലരെ സഭയെ നടത്തുന്ന ഇടയന്മാരായി വേണം. എല്ലാവർക്കും ആ വിളിയില്ല, വിളിയില്ലാത്തവരെ പണിക്ക് പോകരുത്. ചിലരെ പ്രവാചിക്കാൻ വേണം. അകത്തിരുന്ന് ഒന്ന് പ്രവചിച്ചാൽ മതി, ചിലതിന്റെ കെട്ടവിടെ അഴിഞ്ഞു വീഴും. മതി മതി. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ആയിക്കൊള്ളാം, എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരുടെ മേലുള്ള ദൈവപിടിത്തം പൂർണ്ണമായി വിദ്യാഭ്യാസം ടോപ്പിൽ കൊടുക്കുക. പറയണം, എന്നാലും ദൈവം നിന്റെ ഇട്ട അവരുടെ ജീവിതത്തിൽ ഞാനത് പൂർണ്ണമായ പഠിപ്പിക്കണം. പക്ഷേ പറയണം, ദൈവം നിന്റെ ഇട്ടം. അതിനപ്പുറമായി എനിക്കൊന്നും കാണണ്ട. യെസ്, ഞാൻ ഒന്നുകൂടെ കടുപ്പിച്ച് പറയാം. അവരേത് പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പിരിഞ്ഞാലും പറയണം, അവർക്കൊരു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറിയിരിക്കണം. 30 വയസ്സ് പോയാലും 40 വയസ്സ് പോയാലും അവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഫിനിഷ് ആക്കണം. 60 വയസ്സിന് വലിയ കാര്യമൊന്നുമില്ല. ജീവിക്കുന്ന ഘട്ടത്തിൽ ദൈവം അവരെ തലയ്ക്ക് വെച്ചൊരു ദൈവമുണ്ട്, അതവർ പൂർത്തിയാക്കണം. ചിലപ്പോൾ നമ്മൾ ജീവനെടുക്കുമ്പോ നമ്മുടെ തലമുറ ഭൂമിയിൽ പോയെന്നിരിക്കും, പക്ഷെ അവരെ മേലുള്ള ദൗത്യം പൂർത്തിയാക്കി വേറൊരു ഭാഗ്യം. അവസാനം ഒരു വിളിയുണ്ടല്ലോ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ ഒന്ന് കേറി വാ. അതിനപ്പുറം ഒരു വിളി എന്താ? ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ ബാക്കി ദൈവം പിന്നെ അറിയാതെ എങ്ങോട്ടും കൊണ്ടുപോകണം. ഉപദേശിക്കണം, ശാസിക്കണം, ഗുണദേശിക്കണം, ഫെസിലിറ്റീസ് കൊടുക്കണം. പ്രാർത്ഥന മുറിയിൽ ഇരിക്കുമ്പോ, ഏത് മുറി? പ്രാർത്ഥന മുറി, നീ തിരഞ്ഞെടുത്ത മുറി ഇവിടെ ഇരിക്കുമ്പോ നീ പറഞ്ഞേ, ഇത് എന്റെ ഇഷ്ടം, പക്ഷേ നിന്റെ ഇഷ്ടം ഏതായാലും അവർ ആ വഴി തന്നെ പോകും. ഞാൻ അതിനൊരു വിലങ്ങുതടി ആകില്ല. അതിന് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു, ബാക്കി ദൈവം അനുഗ്രഹിച്ചോളും. നീ അവരെങ്ങനെ അനുഗ്രഹിക്കണം? ദൈവം പിന്നെ നിയോഗപ്രകാരം അനുഗ്രഹിക്കണം, ബാക്കി ദൈവം അവരെ അനുഗ്രഹിച്ചോളും. ശമൂവേൽ ബാലനെ നമ്മുടെ എലിസബത്ത് വെച്ചുകൊണ്ട് ആക്കുമ്പോ കണ്ടീഷനുള്ളൂ, നീ തന്നു, ഞാൻ തന്നു. ദൈവം നോക്കിയേ, അവരെ പ്രവാചകനാക്കണോ പുരോഹിതനാക്കണോ ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. ചിലർ കുത്തി എന്ന് പ്രാർത്ഥിക്കും, എന്റെ മോൻ പാസ്റ്റർ ആവണം. തള്ളി ഉന്തി ബൈബിൾ കോളേജിൽ പാസ്റ്റർ ആക്കിക്കും. കാഴ്ച കൊല്ലായ്മ കണ്ടിട്ടുണ്ടോ? കാരണം അവനെ കുറിച്ച് വഴി ദൈവത്തിന് പദ്ധതി വേറെ എന്തുവാ? അപ്പനെ തള്ളി ഉന്തി ബൈബിൾ കോളേജ് കയറ്റി ഇരുത്തി അവിടെ ഇത് പഠിച്ചു, ബൈബിൾ കോളേജ് പഠിച്ചു, പാസ്റ്ററായി. പാസ്റ്റർ ലെവലിൽ പെണ്ണ് കെട്ടി. പക്ഷെ അവനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ ചിലത് പരാജയപ്പെട്ടിട്ടില്ല. അമ്മയെ പരാജയപ്പെട്ടിട്ടില്ല. അവസാനം ഒരു കൂട്ടായ്മയിൽ വിളിക്കുമല്ലോ, ആ കൂട്ടായ്മയിലേക്ക് അല്ലേ? അവൻ ദൈവത്തിന് ഇഷ്ടം ചെയ്തവരെ ദൈവത്തിന് ഇഷ്ടമുള്ളൂ, സ്വന്തം ഇഷ്ടം ചെയ്തവരെ ദൈവത്തിന് ഇഷ്ടമൊന്നും. ചെറുതായാലും ശരി, അയച്ചൊരു ഇഷ്ടം. മാനേജറിന്റെ മുമ്പിൽ ഇപ്പൊ അങ്ങേർക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തിട്ട് അവിടെ പോയി ഡയറക്ഷൻ പെടാൻ കഴിഞ്ഞാൽ എന്താ പറയും? അത് മനുഷ്യൻ. നമ്മുടെ പിള്ളേര് നമുക്കിഷ്ടപ്പെട്ട പോക്കറ്റ് കാഴ്ചപ്പെടുന്ന ഡയറക്ഷൻ പെടുന്നത് കൃപാവനും വെളിപ്പാട് ദർശനമൊക്കെ മാറി നിന്നിട്ട് നല്ല ഒന്നാമത്തെ ഇട്ട് വെക്കും. പിന്നെ ദൈവം ദൈവത്തിന് വേണ്ടത് അവന്റെ ഇഷ്ടം. വല്ലാത്ത സബ്ജക്റ്റാ. ഓരോരുത്തരുമേലും ദൈവത്തിന് ഓരോ ഇഷ്ടം. അതാ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. അത്
എന്തെങ്കിലും ഡിഫറെന്റ്. ഫിംഗർ പ്രിന്റ് ഇന്റർ ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ഡിഫറെന്റ്. അത് അകത്തോട്ട് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് എന്നെ നിന്റെ പദ്ധതി? അതിനായി സമ്മതമായിരുന്നു. ജോലി ചെയ്യുന്നു, കുടുംബം നോക്കുന്നു, ഒക്കെ ശരി തന്നെ. അവിടെ എല്ലാം ദൈവത്തിന് ഇഷ്ടത്തിനായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു, അല്ലേ? ഒരു വല്ലാത്ത പരിവാരം ഉണ്ടായിരുന്നു. പക്ഷേ ഹാനോക്ക് ദൈവത്തോട് കൂടെ നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നല്ലേ അവർ തമ്മിൽ, അല്ലേ? അല്ലാത്ത ഫെലോഷിപ്പ് അല്ല, കൂടെ നാട്ടത്തൊന്ന് വേറെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടെ പൊല്ലാപ്പുകളെല്ലാം ഉള്ളപ്പോ തന്നെ ദൈവത്തോടെ കൂടെ നടന്നു. അവസാനം ദൈവനെ എടുത്തുകൊണ്ട് തന്നെ അല്ലാത്തൊരു അല്ലേ എന്തൊരു അനുഭവം. ഈ ലോകത്തിന്റെ സകല പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ഉള്ളപ്പോ തന്നെ അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നൊരു വായും മൂട്ടി കെട്ടി ബസ് പിടിച്ച് നടക്കുന്ന അർത്ഥം. കുറച്ചുപേരെ പോകണം, അതിനപ്പുറം പോകില്ല. കുറച്ചുപേരും പോകും, അതിനപ്പുറം പോകില്ല. 2 കടിക്ക് തിരിയും. അവൻ നമ്മൾ ഫ്രീ പോകാം. ഇത്ര ലോഹിത്തിലായിരുന്നു, അല്ലേ? നമ്മുടെ ബലഹീന തുറന്ന മനസ്സോട് ആരോട് പറഞ്ഞ ദൈവത്തോട് അത് കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ബസ്സിൽ പിടിച്ചിരിക്കുമ്പോൾ കുഴപ്പമുള്ളൂ. തെറ്റാണെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാമല്ലോ. കാണിച്ചു കൊടുക്കുന്ന എല്ലാ പിള്ളേരും ദൈവത്തിന് അറിയാം, അല്ലേ? ചിന്തിച്ചു കൂട്ടുന്ന ദൈവത്തിന് അറിയാം. പക്ഷെ അതൊക്കെ തുറന്ന മനസ്സോട് പറയുമ്പോഴാണ് ദൈവത്തിന് ഇങ്ങനെ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ. നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. ആത്മാവിൽ പ്രാർത്ഥന സംഭവിക്കാറുണ്ട്. അത് അനുഭവിക്കുന്ന ആൾക്കാർ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. കാരണം നമ്മൾ അറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എന്തോ പ്ലസന്റ്ഫുൾ ആയി കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. അറിയാതെ അവിടെ ചിരിച്ചു പോകും. ആത്മാവിൽ ചിരിക്കും. വേറെ ചിരിയുടെ അത് ബന്ധിപ്പിക്കണ്ട. ബന്ധമുണ്ട് ബന്ധിപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. ബന്ധമുണ്ട് ബന്ധിപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാനിപ്പം ശരിയാ സമയമില്ല. കാരണം സുഹൃത്തുക്കൾ തമ്മിൽ കാര്യം പറയുമ്പോൾ തമാശ രൂപ കാര്യം എന്നിട്ട് അറിയാൻ നമ്മൾ പറഞ്ഞിരിക്കാറില്ലേ? ഇതവിടെ നടക്കും. ചിലപ്പോൾ നമ്മുടെ കണ്ണിനറിയ കണ്ണ് തരും, പക്ഷെ കണ്ണിന് എന്ന് നമ്മളറിയില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഗൗരവത്തിലാകും. അതെന്തോ സീരിയസ് ആയി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ സീരിയസ് ആകും, നമ്മളറിയില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അല്ലാത്തൊരു കമ്മ്യൂണിയൻ അവിടെ നടന്നിട്ടുമ്മയെ തന്റെ കൂട്ടായ്മ വിളിച്ച ദൈവം വിശ്വസ്തൻ. അന്ത്യത്തോളം നിർത്തിപ്പാൻ അവൻ ശക്തൻ. സമയം കഴിഞ്ഞല്ലോ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു, അല്ലേ? കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കണമെന്ന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ വിളിച്ചിരിക്കുന്ന ദൈവം അവരുടെ മർമ്മം ഗ്രഹിച്ചു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചിന്തിച്ചു പോയി. അതേ വിശ്വസനാണ്, ഇപ്പോഴും വിശ്വസനാണ്. മരണം വരെ വിശ്വസം. എത്ര നാൾ ജീവിച്ചിരുന്നു ഇന്ന് പോയാലും നാളെ പോയാലും ഒറ്റ മർമ്മം, എന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ അത് കഴിഞ്ഞെങ്കിൽ ജോലി കഴിഞ്ഞാൽ ശമ്പളം വാങ്ങാൻ പോകുന്നു എന്ന് മാത്രം കണക്കാക്കിയുണ്ട്. കയ്യിരിപ്പിക്കാരോട് നേരത്തെ ദൈവം ഇങ്ങനെ കുളഞ്ഞു കളയാറുണ്ട്, പോന്ന് പറഞ്ഞിട്ട്. അത് വേറെ വിവേചിച്ചാൽ അറിയാം, അല്ലാതെ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ പോയാലും be happy. Be happy. Be happy. കാരണം
വേറെ അത്യാവശ്യമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? പോണം. പിന്നെ കുത്തിയിട്ട് മുഷിഞ്ഞല്ലേ നമ്മൾ ജോലി സമയം പിന്നെ അവിടെ പോയാ മതി എന്നല്ലേ ആരും പറയും. ഡ്യൂട്ടി സ്ഥലത്ത് പിന്നെ അവിടെ കുത്തിയിരിക്കാൻ മെനക്കെടാറുണ്ടോ? പോയാ മതി. ഞാൻ പോയാ റെഡി ആയിരിക്കണം. പറയും എപ്പോഴാ എന്റെ വേല തീർക്കേണ്ടത്? എന്നെ കൊണ്ട് തന്നെ പദ്ധതി എന്നെ പ്രാപ്തനാക്കണമേ. എഴുന്നേൽക്കാൻ പാടാ ഒരു പാട്ട്. ലോകേ ഞാൻ ഓട്ടം തികച്ചു സ്വർഗ്ഗത്തിൽ